ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇപ്പോൾ നടക്കുന്ന ഈ അഗ്നിപരീക്ഷ ഉണ്ടല്ലോ, ഈ അഗ്നിപരീക്ഷയിൽ ഇപ്പോൾ 4 പേര് പുറത്തായല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇവിടെ വന്ന് ഈ അഗ്നിപരീക്ഷയിലുള്ള ഒരാളെപ്പോലും നമുക്ക് നല്ല എനിക്ക് പരിചയമില്ല. നമ്മളൊരുവിധം എവിടെയും കണ്ടിട്ടുള്ള ആൾക്കാരുമല്ല. നമ്മളിപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഒരുപാട് പേർക്ക് നമ്മൾ ഒരുപാട് അറിയുന്ന ആൾക്കാരെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഒരാളെപ്പോലും എനിക്ക് പരിചയമുള്ളതായിട്ട് ഞാൻ കണ്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾക്കും ഒന്നും പരിചയമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയയ്ക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തായിട്ടുള്ള ആരും പുറത്താവേണ്ടവരല്ല. അകത്തുള്ളവരൊക്കെ കുറേ ആളുകളൊക്കെ പുറത്ത് പോവേണ്ടവരുമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് പോയിരിക്കുന്നത്. ഒരു കഴിവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ അകത്തിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പറഞ്ഞാൽ ബിഗ് ബോസ് ഗെയിം അല്ലല്ലോ, അതായത് ഹൗസിലെ കളികളല്ലല്ലോ ഇവിടെ ഇപ്പം നടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജഡ്ജസിൻ്റെ തീരുമാനത്തോടെയാണ്, അത് ഈ 3 പേരുണ്ടല്ലോ, നമ്മളെ രഞ്ജിനി, അഖിൽമാരാർ, റിയാസ്, ഇവർ 3 പേരും എടുക്കുന്ന തീരുമാനത്തോടെയാണ് ഓരോരുത്തർ ഔട്ടാവുന്നതും ഇന്നാകുന്നതും ഒക്കെ. പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ കണ്ടസ്റ്റൻറ്റ് നല്ല ഗെയിം കളിക്കാൻ തന്നെ വേണം. അവരുടെ സ്ട്രാറ്റജീസ്, ഫാൻ ബേസ്, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ നോക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹൗസിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്, ഈ ജഡ്ജസിൻ്റെ തീരുമാനത്തോടെയാണ് ഇവിടെ ഇന്നാകുന്നതും ഔട്ടാകുന്നതും. ഇവിടെ ഇപ്പോൾ ജഡ്ജസ് എന്ത് അടിസ്ഥാനത്തിലാണ് കണ്ടസ്റ്റൻസിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്? ഇപ്പോൾ റിയാസ് ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, രഞ്ജിനി ആണെങ്കിൽ പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നല്ല മനുഷ്യരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ ആണോ? അല്ലല്ലോ. അവിടെ ഗെയിം കളിച്ച് അവിടുത്തെ തന്ത്രങ്ങൾ മനസ്സിലാക്കി എങ്ങനെയൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് കേട്ടാൽ ഒരു നല്ല മനുഷ്യത്വമുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ജഡ്ജസിൻ്റെ പോക്ക്. ഇപ്പോൾ ഈ അവസാനം കഴിഞ്ഞ എവിക്ഷൻ ആർക്കും ഒരു ഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുന്ന, പ്രതികരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ രഞ്ജിനിയുടെ ഒരു ഷോർട്സ് കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട് രഞ്ജിനി ഈ പൂജ ഔട്ടായതിനെ കുറിച്ച്. അതായത് പൂജ ഭയങ്കര ഓവറായിരുന്നു. എന്ത് ഓവറായിരുന്നു? അവർ നന്നായിട്ട് നിലപാട് പറയുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഈ രഞ്ജിനിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സീസൺ 1 കണ്ടവരാണ്. അതിലൊക്കെ രഞ്ജിനി എന്തായിരുന്നു? രഞ്ജിനിനെ നമുക്ക് വേറൊരു രീതി നോക്കുകയാണെങ്കിൽ നല്ല പേഴ്സണാലിറ്റിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അന്നുള്ള വെറുപ്പിക്കലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ഒന്നും എന്തായാലും പൂജ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇതിൽ തന്നെ രഞ്ജിനി പൂജയ്ക്കൊരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഒരു കാലത്ത് ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു, അതൊട്ടും ശരിയല്ലാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പൂജയ്ക്ക് ഭയങ്കര അഡ്വൈസൊക്കെ രഞ്ജിനി കൊടുക്കുന്നുണ്ട്. അഡ്വൈസിന് പകരം ഒരു ചാൻസ് കൂടെ പൂജയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതല്ലേ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാണ്ട് ഒന്ന് പ്രതികരിച്ചെന്ന് കരുതി എടുത്ത് വെളിയിൽ കളയല്ലല്ലോ ചെയ്യേണ്ടത്. ഈ പൂജയുടെ അത്രയും പ്രതികരിക്കാത്ത ആളുകളാണ് അവിടെ ഉള്ളിലുള്ളത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പേരുകളൊക്കെ നമുക്ക് എടുത്ത് പറയാം. പക്ഷെ നമ്മൾ വെറുതെ അവരെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ജഡ്ജസ് ആണല്ലോ തീരുമാനിക്കേണ്ടത്. ഇതൊരു മനുഷ്യത്വമുള്ള ഒരാളെ, ഒരു നന്മ മരങ്ങളെ തിരഞ്ഞെടുക്കേണ്ട ഷോ അല്ല എന്നുള്ളതും അവർ 3 പേരും തീരുമാനിച്ചിട്ട് വേണ്ടേ ഒരു നല്ലൊരു കണ്ടസ്റ്റൻറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്നും പ്രതികരിക്കാത്ത എന്തിനാണ് അങ്ങനത്തെ ഒരാളെ, എന്തിനാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരാൾ കടത്തി വിട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇവിടെ പൂജ നന്നായിട്ട് പ്രതികരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, മറുപടി പറയുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രതികരിക്കണ്ടേ? ബിഗ് ബോസ് എന്താണ്, നമുക്ക് നേരെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കല്ലേ വേണ്ടത്. അല്ലാണ്ട് പാവത്തെ പോലെ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളെ എന്തിനാണ് ബിഗ് ബോസ് ഷോയ്ക്ക് എന്തിനാണ്? അപ്പോൾ ഇവർ പ്രതികരിച്ചതാണ് ഇവർക്ക് ജഡ്ജസിന് ഇത്ര ഈഗോ അടിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും പ്രതികരിക്കാത്ത ഓരോ കണ്ടസ്റ്റൻസാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതായത് ഇപ്പോൾ പറയും നമ്മൾ പെൺകുട്ടികൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, നല്ല ബോൾഡായി നിൽക്കണം, അങ്ങനെ ഇങ്ങനെ. എന്നിട്ടോ എന്തെങ്കിലും ഒരു സന്ദർഭം വന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയാണ്, എന്താ അവൾ അങ്ങനെ, അവളെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു മറുപടിയും. ഇത് ശരിക്കും പറഞ്ഞാൽ ജഡ്ജസിന് ഈഗോ അടിച്ചതാണ്, പക്കാ ഈഗോ ആണ്. അല്ലാതെ ഒന്നും ഇതിന് പറയാനില്ല. നന്നായിട്ട് പ്രതികരിക്കുന്നവരെയല്ലേ നമുക്ക് ബിഗ് ബോസിന് വേണ്ടത്. അല്ലാണ്ട് മിണ്ടാണ്ടിരുന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരാളെയാണോ ആവശ്യം? ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നണം, ഇന്ന ആൾ പോവേണ്ടതായിരുന്നു, അയാൾ അവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നണം ഒരാൾ ഔട്ടാവുമ്പോൾ. ഇത്
ഒട്ടും ഫെയർ അല്ലാത്ത എവിക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താ, 2-3 കോമണേഴ്സിനെ എടുക്കണം. അതിന് ഏറ്റവും ബെസ്റ്റായ ഒരു കോമണേഴ്സ് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറണം എന്ന് നമുക്കുണ്ടാവില്ല. കാരണം സാധാരണക്കാരാണ്, അവർ കപ്പടിക്കണം എന്നുള്ളൊരു ആഗ്രഹവും നമുക്കുണ്ടാവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റായ ആളുകളല്ലേ അവിടെ കയറി കൂടേണ്ടത്. അല്ലാതെ ഒന്നിനും പ്രതികരിക്കാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്. ഇവിടെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറണം എന്ന് തീരുമാനിക്കേണ്ടത് അത് ബിഗ് ബോസ് മാത്രമാണ്. അതിൽ നമുക്കൊന്നും പറയാനുമില്ല, ചെയ്യാനുമില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ, നമുക്ക് വോട്ട് ചെയ്ത് നമ്മളിഷ്ടമുള്ള ആൾക്കാരെ അവിടെ നിലനിർത്താം എന്നുള്ളത് മാത്രമാണ്. എന്നിരുന്നാലും ഈ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ കാണുമ്പോഴാണ് നമുക്ക് ആകെ ഫീൽ ആകുന്നത്. കാരണം നല്ല നല്ല പ്രതികരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണല്ലോ പുറത്തു പോകുന്നതെന്ന് ആലോചിച്ച്. എന്തായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഉള്ളിൽ വരട്ടെ, മത്സരിക്കട്ടെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെ വിജയിക്കട്ടെ.